അങ്ങനെ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് സൂപ്പർനോവ എന്ന് പറഞ്ഞ പുതിയ പടത്തിൻ്റെ ട്രെയിലർ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് ടീസർ പോലൊരു സംഭവം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫുൾ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആ ടീസറിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ഒരു കോൾ സെൻ്ററാണ് കാണിക്കുന്നത്. കോൾ സെൻ്റർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കോൾ സെൻ്റർ അല്ല, മൊണാർക്കിൻ്റെ കോൾ സെൻ്റർ. അതായത് ടൈറ്റൻസിനെ നിങ്ങൾ എവിടേക്കാണ് കാണുന്നത് അത് ഞങ്ങളുടെ അടുത്ത് അറിയിച്ചേക്ക്, ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിക്കാണ് ഇവർ ഇത് തുടങ്ങിയിരിക്കുന്നത് തന്നെ. അത് മൊത്തം ടൈറ്റൻസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ കോൾ സെൻ്റർ വർക്ക് ചെയ്യുന്നത് തന്നെ. അതിൽ ഫസ്റ്റ് തന്നെ 2 സ്ക്രീനാണ് കാണിച്ചിരിക്കുന്നത്. അത് ആദ്യത്തെ ഒരു സ്ക്രീനിൽ റിയോ റീബിൽഡിംഗ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതായത് കഴിഞ്ഞ പടത്തിൽ എവിടെയായിരിക്കും നമ്മുടെ ഗോഡ്സിലയും കോങ് ഒക്കെ എവിടെയാണ് ഫൈറ്റ് ചെയ്തതെന്ന്. ഗോഡ്സിലയും കോങ്ങും മാത്രമല്ല, ഗോഡ്സില കോങ്ങും ഷീമോ മറ്റേ ആ ചൊറി പിടിച്ച കുറേ കണക്കില്ല അതൊക്കെ. അതായത് ആ ഫൈനൽ ഫൈറ്റ് നടക്കുന്നത് റിയോ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. മൊത്തം സ്ഥലം തന്നെ ഇടിച്ച് തകർത്തെടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സീനിൽ നമ്മുടെ ഗോഡ്സിലേനെ തന്നെ പുറകിലുള്ള ഡോർസൽ ഫിൻസ് പോലത്തെ ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ഗോഡ്സിലയുടെ ആവാൻ ചാൻസ് ഇല്ല, കാരണം അതിൻ്റെ മുകളിൽ എന്തോ ക്രിസ്റ്റൽസ് ഉള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ചിലപ്പോൾ പിരമിഡ്സ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം ചിലപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ ചിലപ്പോൾ പിരമിഡ്സ് തന്നെ റീബിൽഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഗോഡ്സില എക്സ് കോങ്ങിൽ തന്നെ നമ്മുടെ ഗോഡ്സിലയും കോങ് ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ആ പിരമിഡ്സ് ഒക്കെ ഡാമേജ് ആവുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ഗവൺമെൻറ് ചിലപ്പോൾ റീബിൽഡ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കാം. പക്ഷേ ആ പിരമിഡ്സിൻ്റെ ഒക്കെ മുകളിൽ എന്തോ ഒരു ബ്ലൂ കളർ ക്രിസ്റ്റൽസ് ഉള്ള പോലെ കാണിച്ചിട്ടുണ്ടാവും. ഇതേപോലെ ക്രിസ്റ്റൽ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളത് ഗോഡ്സില എക്സ് കോങ്ങിൽ ആ ഹോളോ എർത്തിലാണ് കണ്ടിട്ടുള്ളത്. അതായത് ആ ക്രിസ്റ്റൽസിനൊക്കെ ഗ്രാവിറ്റീനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം സ്പെസിഫിക് ആയിട്ട് ഒരു ഡെസ്ക്കാണ് കാണിച്ചിരിക്കുന്നത്. ആ ഡെസ്കിൽ ഒരു ഫോട്ടോ ഉണ്ട്, അത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫോട്ടോയിലുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ഫാമിലിയിലാണ്. വേറെ ആരുമല്ല, നമ്മുടെ ജുറാസിക് പാർക്ക് ജുറാസിക് വേൾഡിലൊക്കെ കണ്ടിട്ടില്ലേ ആ പുള്ളി തന്നെ. പുള്ളി ഓൾറെഡി ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കൺഫേം ആയി. പിന്നെ ആ സ്ക്രീനിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോട്ട് പാഡ് പോലത്തെ ഒരു സംഭവത്തിൽ ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ പേര് ഇട്ടിട്ടുണ്ടാവും. അതിലുള്ള ഫസ്റ്റ് പേരാണ് ട്രാപ്പർ. ഈ പുള്ളിനെ നിങ്ങൾ ഓൾറെഡി ഗോഡ്സില എക്സ് കോങ്ങിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ കോങ്ങിൻ്റെ പല്ല് പോയിട്ട് വരുമ്പോൾ പുള്ളി മെക്കാനിക്കലായിട്ടൊരു പല്ലൊക്കെ വെച്ച് കൊടുക്കുന്നതായിട്ട്. അതായത് പുള്ളി ഒരു വെറ്റിനറിയനാണ്. അതായത് നമ്മുടെ കോങ്ങിന് ആ മെറ്റാലിക് ആർമൊക്കെ കൊടുക്കുന്ന പുള്ളിയാണ്. സോ ആ പുള്ളി ഈ പടത്ത് റിട്ടേൺ ആവാൻ വേണ്ടി പോവാണ്. ഇപ്പം ലീക്കായിരിക്കുന്ന തിയറീസൊക്കെ അനുസരിച്ചിട്ട് ഈ പുള്ളിക്ക് ഈ പടത്തിൽ ജെറ്റ് ജാക്വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിക്കൽ സൂട്ട് കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പസഫിക് റിമിലൊക്കെ കണ്ടിട്ടില്ല, യേഗേഴ്സ് പോലത്തുള്ള കുറച്ച് മെക്കാനിക്കൽ വലുതായിട്ടുള്ള സൂട്ട്സൊക്കെ ഇത് ഉണ്ടാക്കാൻ തന്നെ വേണ്ടി പോകുന്നത് നമ്മുടെ മെക്കാ ഗോഡ്സിലയുടെ പാർട്സ് വെച്ചിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുള്ളി ഈ പടത്തിൽ നമ്മുടെ സാംനിലിന് ശേഷം ഒരു പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്യും. അതിനുശേഷം നമ്മുടെ ഐലിയനെ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഹെലനെ കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇപ്പുറത്തെ ഒരു സ്ക്രീനിൽ ഒരു ബൈനറി കോഡ് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന കാണാം. അതെന്താണെന്ന് ഡീകോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്സില കോങ് വാച്ച് ദിസ് സ്പേസ് എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. ഇത് സ്പേസിലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ സ്പേസിൽ എന്തോ നടക്കുന്നുണ്ട് അത് നമ്മളോട് കാണാൻ വേണ്ടിയിട്ടാണോ പറയുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അറിസോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ടൈറ്റനെ ഫൗണ്ട് ചെയ്യുന്നതും അത് എമർജൻസി ആയിട്ട് തന്നെ അലേർട്ട് ആയിരിക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊരു എമർജൻസി അലേർട്ട് കോളായിട്ട് മാറുകയാണ് ആ കോൾ സെൻറ്ററിൽ തന്നെ. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് നമ്മുടെ ഗോഡ്സില എക്സ് കോങ് സൂപ്പർനോവ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ കാണിക്കുകയാണ്. ഇനി സൂപ്പർനോവ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഒരു നക്ഷത്രം പൊട്ടിച്ചെതർന്നാണ്. അത് മാത്രമല്ല ആ ടൈറ്റിലിൻ്റെ പുറകിലുള്ളതും ഉള്ളിലുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഒരു സ്റ്റാർസ് ഗാലക്സി ആ ഒരു വൈബിലായിരിക്കും അത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ പടം സ്പേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തോ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൺഫേം ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗോഡ്സിലയും കോങ്ങും സാധാരണ ഭൂമിയിലുള്ള മൃഗങ്ങളാണ്, ഇതും സ്പേസുമായിട്ട് എന്താണ് ബന്ധമെന്ന് അല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ വരാൻ പോകുന്ന ഈ പടത്തിലെ വില്ലൻ സ്പേസ് തീംഡ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇതിന് മുമ്പ് ഗോഡ്സില എക്സ് കോങ് ന്യൂ എംപയർ ഫസ്റ്റ് ടീസർ വന്നപ്പോഴും ഫസ്റ്റ് അതിൽ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കാർ എന്ന് പറയുന്ന വില്ലനാണ്. സോ ഇതും ചിലപ്പോൾ ഈ പടത്തിൽ വരാൻ പോകുന്ന വില്ലനെ ടീസ് ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കാം. കാരണം ആ മൊണാർക്കിൻ്റെ ആ സ്ക്രീനിൽ തന്നെ പുതിയൊരു ടൈറ്റനെ ഫൗണ്ട് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോഡ്സിലയും കോങ്ങും ബാക്കിയുള്ള ടൈറ്റൻസിനും ആണെങ്കിലും അതൊക്കെ ഓൾറെഡി ഭൂമിയിലുള്ളത് നമ്മുടെ മനുഷ്യന്മാരൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടൈറ്റൻസ് ആയിരിക്കും. ചിലപ്പോൾ ഇത് സ്പേസിൽ നിന്ന് ഒരു ടൈറ്റൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി സ്പേസ് തീംഡ് വില്ലൻ എന്ന് പറയുമ്പോൾ 2 പേരായിട്ട് മെയിനായിട്ടുള്ളത്. ഒന്ന് സ്പേസ് ഗോഡ്സില, അതായത് ഗോഡ്സിലയുടെ ഒരു പാർട്ട് ഓഫ് DNA ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ട് മ്യൂട്ടേറ്റായി മാറിയിട്ട് അത് നമ്മുടെ ഗോഡ്സിലേനെ തന്നെ ഒരു ഇമ്പ്രൂവ്ഡ് ഒരു സുപ്പീരിയർ വെർഷനായിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. അതാണ് ഈ സ്പേസ് ഗോഡ്സില. അതായത് മൊത്തത്തിൽ ബോഡി മൊത്തം ക്രിസ്റ്റൽ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഗോഡ്സിലാണ് ഈ സ്പേസ് ഗോഡ്സില. ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ആ പിരമിഡ്സിൻ്റെ ഒക്കെ ക്രിസ്റ്റൽസ് ചിലപ്പോൾ ഈ സ്പേസ് ഗോഡ്സിലയുടെ ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നക്ഷത്രം ബ്ലാക്ക് ഹോൾ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു സൂപ്പർനോവ ആയിട്ടാണ് പൊട്ടിച്ചെതറുന്നത്. സോ ചിലപ്പോൾ നമ്മുടെ ഗോഡ്സിലയുടെ ഒരു DNA ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ സ്പേസ് ഗോഡ്സിലയുടെ ഒറിജിൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ നോക്കാം. ഇനി സ്പേസ് ഗോഡ്സില അല്ലെങ്കിൽ സ്പേസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വേറൊരു വില്ലനാണ്. അതായത് ഏലിയൻസ് കാരണം ഭൂമിയിൽ വന്നിട്ടുള്ള ഒരു മോൺസ്റ്ററാണ് ഗൈഗൻ. അതായത് ഈ ഗൈഗൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ഡൈനോസറാണ് ഭൂമിയിൽ ചുറ്റിക്കൊണ്ടിരുന്നത്. ആ ഡൈനോസറിനെ പിടിച്ചിട്ട് അതിനെ കുറച്ച് DNA ഒക്കെ മോഡിഫൈ ചെയ്തിട്ട് അതിനെ കുറച്ച് മെക്കാനിക്കലാക്കി മാറ്റിയിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് നയിക്കി ഏലിയൻസ് ഭൂമിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏലിയൻ സ്പീഷീസ് നമ്മുടെ ഭൂമിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുള്ള ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഡീമൺ, ഒരു ടൈറ്റനാണ് ഈ ഗൈഗൻ.
നമ്മുടെ ഗോഡ്സിലേക്കൊക്കെ അറ്റോമിക് ബ്രത്തുള്ള പോലെ തന്നെ ഈ ഗൈഗണ് ഒരു ലേസർ വിഷൻ ഉള്ള പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി നമ്മുടെ സ്പേസ് ഗോഡ്സിലയുടെ ക്രിസ്റ്റൽ ആയിരിക്കും എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത ആ പിരമിഡ്സ് ചിലപ്പോൾ നമ്മുടെ ഏലിയൻസ് കിട്ടിയിട്ടുള്ളതാണെന്നും ചിലപ്പോൾ ഒന്ന് വന്നേക്കാം. അതായത് മൊത്തത്തിൽ നമ്മുടെ മെക്കാ ഗോഡ്സിലിനെ പോലെ ഫുള്ളി മെക്കാനിക്കൽ ഒന്നല്ല, പാതി ഡൈനോസർ പാതി മെക്കാനിക്കൽ. പിന്നെ ഡിസ്ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലനും കൂടി ഉണ്ട്. പക്ഷേ ആ വില്ലനെ ഇത്ര പെട്ടെന്ന് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, താനോസിനെ പോലെ ഒരു വില്ലനെ ഒരു സാഗ തുടങ്ങി 4ാമത്തെ പടത്തിൽ തന്നെ ഇറക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ എന്തായാലും വരും. ചിലപ്പോൾ ഇനി വരുന്ന ചിലപ്പോൾ ഒരു എനി ഗെയിം പോലത്തെ ഈ മോൺസ്റ്റർ ബോസിൻ്റെ ഒരു പടത്തിലായിരിക്കും ആ ഡിസ്ട്രോയ് എന്ന് പറയുന്ന വില്ലൻ വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന വേറെ റൂമേഴ്സാണ്, അതായത് കഴിഞ്ഞ പടം ഗോഡ്സില എക്സ് കോങ് ന്യൂ എംപയർ മെയിനായിട്ട് നമ്മുടെ കോങ്ങിനെ ആയിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഈ പടത്തിൽ 2 മെയിൻ വില്ലൻസും നമ്മുടെ ഗോഡ്സിലയുടെയാണ്. ഐ മീൻ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പടത്തിൽ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗോഡ്സിലൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വില്ലന്മാരെ തന്നെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു പുതിയതായിട്ട് നമ്മുടെ ഗോഡ്സില എക്സ് ന്യൂ എംപയറിൽ ഇറക്കിയ പോലെ പുതിയൊരു വില്ലൻ ഇറക്കിയെന്നും വരാം. എന്തൊക്കെയാണെങ്കിലും കണ്ടന്റ് അറിയാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഏലിയൻ സ്പീഷീസ് ആയിട്ടുള്ള ഒരു ടൈറ്റനൊക്കെ എങ്ങനെ നമ്മുടെ ഭൂമിയിൽ വരുന്നു? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കിങ് ഗിഡോറ. കിങ് ഗിഡോറ ഭൂമിയിലുള്ള ഒരു സ്പീഷീസ് അല്ല, അതൊരു ഏലിയൻ സ്പീഷീസാണ്. അത് വന്ന പോലെ തന്നെ ചിലപ്പോൾ ബാക്കിയുള്ള ഏലിയൻസിനും ബാക്കിയുള്ള ടൈറ്റൻസിനും വരാമല്ലോ. സോ എത്ര പേര് ഗോഡ്സില എക്സ് കോങ് സൂപ്പർനോവ എന്ന് പറയുന്ന ഈ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.